ഇനിയിപ്പോൾ ഈ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ ചർച്ചകളിലൊക്കെ പറഞ്ഞാൽ ഈ കുട്ടികളെ നന്നാക്കിയെടുക്കേണ്ട ചുമതല സമൂഹത്തിനാണെന്നാണ്. ആരെ ഈ സമൂഹത്തിന് ആർക്കെങ്കിലും ഇടപെടാൻ പറ്റുമോ? അധ്യാപകർക്കും മാതാപിതാക്കൾക്കും ഇടപെടാൻ പറ്റാത്തൊരു ഇവിടെ ഞാൻ പറഞ്ഞാൽ ഇവിടുത്തെ ഈ സ്റ്റേറ്റ് പ്ലേ ചെയ്യുന്നൊരു വല്ലാത്ത ഗെയിമുണ്ട് ഇവിടെ. സ്റ്റേറ്റ് ഒരു സുപ്രീം അതോറിറ്റിയായി മാറിയിട്ടുണ്ട്. അത് ഈ നേഷൻ സ്റ്റേറ്റുകളൊക്കെ ഉണ്ടാകുന്നിട്ട് അതിന് ശേഷം ഉണ്ടാകുന്ന ഒരു പരിമാണമുണ്ട്. അപ്പോൾ സ്റ്റേറ്റിൻ്റെ ഒരു ഒന്നാമത്തെ വാചകം എന്താണ്? ആരും നിയമം കയ്യിലെടുക്കാൻ പാടില്ല. യഥാർത്ഥത്തിൽ ഈ മാതാപിതാക്കളോ അധ്യാപകരോ സമൂഹമോ നിയമം കയ്യിലെടുക്കുകയല്ല ചെയ്യുന്നത്. ഒരു സംസ്കരണത്തിന് വേണ്ടി, ഒരു തിരുത്തലിന് വേണ്ടി ഒരു ചെറിയ ശ്രമം നടത്തുക. അതെ, നിയമവ്യവസ്ഥ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി, പല രീതിയിലുള്ള അപകടങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി ഒക്കെ എടുക്കുന്ന ഒരു ചെറിയ സ്റ്റെപ്പാണ്. പക്ഷേ അതിനെയൊക്കെ ഉടനെ പോലീസ് വന്നിട്ട് കോളറിനെ എന്ത് ചെയ്യും? പിടിക്കും. കാരണം 18 വയസ്സ് കഴിഞ്ഞല്ലോ. പിന്നെ എൻ്റെ കോളറിനെ എന്ത് ചെയ്യാം? പിടിക്കാം, അവനെ വലിച്ചഴയ്ക്കാം, മറ്റേ ജീപ്പ് കയറ്റാം, തടവിൽ തള്ളാം, ജാമ്യം കൊടുക്കാതിരിക്കാം. അപ്പോൾ ഇതിനെല്ലാം നിയമങ്ങളുണ്ട്. അത് സ്റ്റേറ്റ് അതേസമയം ഏതെങ്കിലും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുമോ? നിയമം കയ്യിലെടുക്കരുതെന്ന് പറയുന്ന സ്റ്റേറ്റ് അങ്ങനെയാണെങ്കിൽ ജീവനും സുരക്ഷയ്ക്കുമുള്ള സമ്പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം സ്റ്റേറ്റിനാണ്. അതിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കും, നടുക്കം രേഖപ്പെടുത്തും, അതെ, ഞെട്ടൽ രേഖപ്പെടുത്തും, പ്രമേയം പാസ്സാക്കും, ഞങ്ങൾ ഗൗരവത്തിൽ ചിന്തിക്കുന്നു, സന്ദർശിക്കും, വേണമെങ്കിൽ എന്ത് ചെയ്യും, ഒരു 2-3 ലക്ഷം രൂപ പ്രഖ്യാപിക്കും. അല്ല, നിയമസഭയിൽ ഇങ്ങനെ ചർച്ച നടത്തും. ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അതുകൊണ്ട് പരിഹരിക്കപ്പെടുന്നതല്ല, നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ ഏതു രീതിയിലാണോ ഈ സാമൂഹിക ക്രമം വികസിക്കുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്, അതിലേതേത് ഘടകങ്ങൾ എന്തെല്ലാം റോളുകളാണോ ഗുണപരമായിട്ട് പ്ലേ ചെയ്തിരുന്നത്, അത്തരം കാര്യങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പം ഈ സമൂഹം എന്ത് ചെയ്യും? അത് അഗ്രസീവായിട്ട് ഉപയോഗിക്കും, അല്ലെങ്കിൽ അത് ജനങ്ങളുടെ മുകളിൽ അധികാരമായിട്ട് ഉപയോഗിക്കും, അല്ലെങ്കിൽ കുടുംബം അത് ചെയ്യും, മാതാപിതാക്കൾ ചെയ്യും, അധ്യാപകർ അത് ചെയ്യും. ഇതൊക്കെയാണ് പറയുന്നതെങ്കിൽ നിയമത്തെ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യുന്നത് സ്റ്റേറ്റ് തന്നെയല്ലേ? സ്റ്റേറ്റിൻ്റെ അധികാരങ്ങളെ ദുരുപയോഗം ചെയ്യാത്ത ഏത് സ്റ്റേറ്റാണുള്ളത്? അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റിൻ്റെ കയ്യിൽ നമുക്ക് അധികാരം എടുത്തു മാറ്റാൻ പറ്റുമോ? കോടതികളെക്കുറിച്ച് എന്തെല്ലാം പരാതികളുണ്ട്. അല്ല, കോടതികളിൽ ഏറ്റവും കൂടുതൽ വ്യവഹാരങ്ങൾ നടത്തുമ്പോൾ മറുപുറത്ത് സ്റ്റേറ്റ് അല്ലല്ലോ, ആണ് സ്റ്റേറ്റുമായിട്ടാണല്ലോ ഏറ്റവും കൂടുതൽ. അല്ല, ജനങ്ങൾ തമ്മിൽ അല്ലല്ലോ. ഇന്ത്യൻ കോടതികളിൽ പോലും നമുക്ക് എത്തിയാൽ ഈ പോലീസിനെ കുറിച്ച് പരാതികളില്ലേ, അതുകൊണ്ട് പോലീസിൻ്റെ അധികാരം എടുത്ത് കളയാൻ പറ്റുമോ? അല്ല, മറിച്ച് അത് മോണിറ്റർ ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു സംവിധാനം വേണം. അതാണ് ഇപ്പോൾ നിലവിലുള്ളത്. പരാതികൾ കൊടുക്കാൻ പറ്റും, അത് കൃത്യതയോടെ നിർവഹിക്കപ്പെടണം. ഇതല്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ സമൂഹത്തിൻ്റെ സമ്പൂർണ്ണമായ ഒരു അരാജകതയിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ തിരിച്ചറിവ് നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്.